ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഞാൻ ഫസ്റ്റ് തൊട്ടേ എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം അത് നല്ലതാണ്, വളരെ ഉപകാരപ്രദമാണ് നിങ്ങൾക്ക് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നെറ്റ് എക്സാമിന് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ, എക്സാമിന് പഠിക്കുമ്പോൾ നമ്മൾ രണ്ടായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഡൂയിങ് പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ആൻഡ് സെക്കൻഡ് വൺ ഇസ് അബൌട്ട് സിലബസ്. നമുക്കറിയാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നെറ്റിന്റെ ഒരു സിലബസ് ഉണ്ട്. ഈ സിലബസ് ബോത്ത് ഫോർ പേപ്പർ 1 ആസ് വെൽ ആസ് ഫോർ പേപ്പർ 2 10 അല്ലെങ്കിൽ 12 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പക്ക സിലബസ് ഉണ്ട്. ആ സിലബസിൽ കീ വേർഡ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇനിയിപ്പോ അഥവാ ചെയ്തിട്ടില്ലെങ്കിൽ, ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ നിങ്ങൾ ബേസിക് ആയിട്ട് വരുന്ന സിലബസിലെ കാര്യങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ അകത്തുള്ള മെയിൻ പോയിന്റ്സ് എങ്കിലും. ഇപ്പൊ നമ്മൾ പേപ്പർ 1 നമുക്ക് റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അതിൻ്റെ അകത്ത് ടൈപ്സ് ഓഫ് റിസർച്ച് ഒക്കെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആ ഒരു ഏരിയ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, കുറേ മെറ്റീരിയൽസ് കിട്ടും. പിന്നെ അത് അല്ലെങ്കിൽ ബുക്ക് റെഫർ ചെയ്താൽ മതി. അപ്പൊ ആ സിലബസിൽ വരുന്ന കീ വേർഡ്സ് നിങ്ങൾക്ക് ഇനിയും ടൈം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. സിലബസിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഏരിയാസ്, പോർഷൻസ് നിങ്ങൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള കുറച്ച് ഐഡിയ എങ്കിലും നിങ്ങൾക്ക് എന്തായാലും വേണം. ഇനിയിപ്പം സിലബസിനെ കുറിച്ച് നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എത്രയോ പേര് നെറ്റ് ക്രാക്ക് ചെയ്തവരെ എനിക്കറിയാം. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന ടൈമിൽ, വെൻ ഐ വാസ് സ്റ്റഡിങ് 2015-17 ബാച്ചാണ് ഞാൻ PG. ആ ടൈമിലൊന്നും ഇങ്ങനെ നെറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം വെറുതെ പോയിട്ട് ഇതിന്റെ PGയുടെ ഇടയിൽ വെറുതെ പോയിട്ട് ആൾക്കാർ എക്സാം എഴുതും, എന്നിട്ടും അവർ ക്രാക്ക് ചെയ്യുന്നുണ്ടാവും. ജസ്റ്റ് പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോയി വരും. അതേപോലെ തന്നെ നിങ്ങൾക്കും സാധ്യമാണ്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാണ്, ഇപ്പൊ PG പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ PG പഠിച്ചു കഴിഞ്ഞാണ്. അപ്പൊ ഓവറോൾ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്നും പഠിക്കാതെ പോയാൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാം. പക്ഷെ നെറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്ത് പോകണം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്ലസ് സിലബസ് തറോ ആയിട്ട് പോയാലാണ് നമുക്ക് ഒന്നുകൂടെ JRF എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഒന്നുകൂടെ എത്തുക. അപ്പൊ നിങ്ങൾ ഇത്രയും കാലമായിട്ടും സിലബസ് കവർ ചെയ്തില്ലെങ്കിൽ കൂടെ നിങ്ങൾ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ മുന്നിൽ എഴുതിയിട്ട പോലെ തന്നെ യു കൻ സീ ഇൻ ദ സ്ക്രീൻ. ഫസ്റ്റ് ആയിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്തത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. സെക്കൻഡ് ആണ് ഞാൻ സിലബസ് കൊടുത്തിരിക്കുന്നത്, റിവൈസിങ് സിലബസ് എന്നുള്ള കാര്യം ഞാൻ സെക്കൻഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ബേസിക് റീസണും ഇത് തന്നെയാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനാണ് നിങ്ങൾ കൂടുതൽ, പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ, ദിസ് ഇസ് ദ കോമ്പറ്റീറ്റീവ് എക്സാം. നമ്മളിപ്പം എത്ര പഠിച്ചു പോയാലും എക്സാം ടൈമിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ അതവിടെ പാളും. ഇപ്പം ചിലപ്പം എന്നെക്കാട്ടും നന്നായി പഠിക്കുന്ന, നമ്മളെക്കാട്ടും നന്നായി പഠിക്കുന്ന ആൾക്കാർക്കൊന്നും ഇതുവരെ എന്ത് കിട്ടിയിട്ടുണ്ടാവില്ല, നെറ്റും JRFും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം എന്താണ്, ആ ടൈമിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് നമ്മൾ ഇന്ന ടൈമിൽ എഴുതി തീർക്കണം. ആ ടൈമിൽ നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ സിലബസിന്റെ ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, കറക്റ്റ് നിങ്ങളെ നെറ്റിൽ തന്ന സിലബസ് ഇല്ലേ, ആ സിലബസ് മാത്രം പഠിച്ചാൽ മതി. അതിന്റെ പുറത്തേക്ക് നിങ്ങൾ ഒരിക്കലും പോകണ്ട. ചിലപ്പോൾ ഔട്ട് ഓഫ് സിലബസ് 1, 2, 3 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഉണ്ടാവും. ഇൻ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് സിലബസ് പഠിക്കും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് JRF ക്രാക്ക് ചെയ്യാൻ എന്തായാലും പറ്റും. അപ്പൊ നിങ്ങൾ സ്മാർട്ട് വർക്കാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, റേദർ ദാൻ ഹാർഡ് വർക്ക്. ഇതൊക്കെ പറയുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. കാരണം അല്ലാതെ എനിക്ക് എത്രയോ പേരെ അറിയാം, വാസ്റ്റ് ആയിട്ട് നെറ്റിന് വേണ്ടി പഠിക്കും, എത്രയോ അവേഴ്സ് എടുത്ത് പഠിക്കും, പക്ഷെ ഇതുവരെ നെറ്റ് പോലും ക്രാക്ക് ചെയ്യാത്ത എത്രയോ ആൾക്കാരെ പേഴ്സണലായിട്ട് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട സ്മാർട്ട് വർക്കാണ് റേദർ ദാൻ ഹാർഡ് വർക്ക്. ഇനിയും നിങ്ങൾക്ക് ടൈം ഉണ്ട്. സിലബസിൽ തന്നെ അതേ കീവേഡ്സ് ഉപയോഗിച്ചിട്ട് അത് മാത്രം പഠിക്കുക. സിലബസിൽ എന്താണോ തന്നെ, യു ജസ്റ്റ് കൺഫൈൻ ടു സിലബസ് മാത്രം പഠിക്കുക. ഇനിയിപ്പോൾ സിലബസിലുള്ള എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അത് റിവൈസ് ചെയ്യുക, കീപ്പ് ഓൺ റിവൈസിങ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സോഴ്സസും കുറയ്ക്കുക. 1, 2 സോഴ്സസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മളെ ഫോർ എക്സാമ്പിൾ റിസർച്ച് പേപ്പർ 1 നമുക്ക് റിസർച്ച് മെത്തഡോളജി ഉണ്ട്, ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ ചെയ്യുകയാണെങ്കിൽ ഒരു സൈറ്റിൽ മാത്രം അല്ലെങ്കിൽ 2 സൈറ്റിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ അഥവാ അതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ സോഴ്സസ് മിനിമം ആയിട്ട് വെക്കുക. പിന്നെ അതേപോലെ സിലബസിലെ കാര്യങ്ങൾ
നോക്കുക. ഇനി സിലബസിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കീപ്പ് ഓൺ റിവൈസിങ്. അത് റിവൈസ് ചെയ്ത് നിൽക്കുക. അല്ലാണ്ട് ഔട്ട് ഓഫ് സിലബസ് നിങ്ങൾ ഒരിക്കലും പോകരുത്. കാരണം അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും പിടിച്ചാൽ കിട്ടില്ല ഈ കാര്യം. പിന്നെ പറയുന്ന കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം, വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പോകാൻ പാടില്ല. യു ഷുഡ് പ്രാക്ടീസ് വിത്ത് ടൈം. ആ ടൈം അനുസരിച്ച് ടൈം മാനേജ് ചെയ്തിട്ടേ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം പേപ്പർ 1ന്റെ കേസിൽ നമുക്ക് 1 അവർ ഉണ്ടെങ്കിൽ ആ 1 അവറിനുള്ളിൽ നിങ്ങൾ അത് ചെയ്ത് തീർത്തിരിക്കണം. കാരണം നമുക്ക് 1 അവറേ ഉള്ളൂ. 1 അവർ തന്നെ ചിലവർക്ക് ചിലപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, ചിലവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ത്രൂ പ്രാക്ടീസ് നിങ്ങൾ ആ 1 അവറിനുള്ളിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച്. പേപ്പർ 2ന് 2 മണിക്കൂറാണ്. അപ്പൊ ആ 2 മണിക്കൂറിനിടയിൽ തന്നെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2 മണിക്കൂർ ഇടയിൽ തന്നെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നോക്കുക. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ചെക്ക് ചെയ്യും കൂടെ വേണം. വെറുതെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കാര്യമില്ല, അത് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് എവിടേക്കാണ് കറക്റ്റ് ആയി വന്നത്, നിങ്ങൾക്ക് എവിടേക്കാണ് റോങ് ആയി വന്നത്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ ഉള്ള വേറെ ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് വെച്ചാൽ അതിനൊരു പാറ്റേൺ ഉണ്ട്. നെറ്റ് എക്സാമിന് ഒരു കറക്റ്റ് പാറ്റേൺ ഉണ്ട്. അപ്പൊ അത് നമുക്ക് എത്ര പറഞ്ഞാലും നമുക്കത് പിടികിട്ടില്ല. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് പിടികിട്ടുള്ളൂ. നമുക്ക് ഞാൻ പറയുന്നത് പാസ്റ്റ് 5 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ എടുത്ത് ചെയ്യണം. ഒരു 2015 തൊട്ട് ഇന്നേ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ 2020 എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ട്. ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇനിയും ടൈം ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ പാസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് വരുന്ന മാറ്റങ്ങൾ, ആ ക്വസ്റ്റ്യൻസിലുള്ള പാറ്റേൺ, അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുള്ള എങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് കീവേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ത്രൂ പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിവിടെ നെറ്റ് എക്സാമിന് ഓൾറെഡി വന്നിട്ടുള്ള, ഞാൻ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളത് ഓൾറെഡി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഞാനായിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടും പാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാറ്. ബിക്കോസ് പാസ്റ്റ് ക്വസ്റ്റ്യൻസിന്റെ ബേസിലാണ് അധികം ഫ്യൂച്ചർ ക്വസ്റ്റ്യൻസും വരിക. അപ്പം ഞാൻ കുറച്ച് ടൈപ്പ് ഓഫ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് ആൻസർ ചെയ്യുക, പേപ്പർ 1ലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇട്ടത്. പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതൊക്കെ എങ്ങനെ ആൻസർ ചെയ്യുന്നു, എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ വരുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ ഒരു 10 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ആൻഡ് 10 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതിലൂടെ ഞാൻ ഒന്നുകൂടെ എങ്ങനെയാണ് എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് പറയും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊന്ന് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇത് ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ടൈപ്പ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ബോത്ത് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് വരിക. അതിന് സബ്ജക്ട് വൈസ് മാറുന്നേ ഉള്ളൂ, പാറ്റേൺ സെയിം ആണ് വരിക. അപ്പൊ ദിസ് ഇസ് വൺ ഓഫ് ദ പാറ്റേൺ. വിച്ച് സീക്വൻസ് ഓഫ് റിസർച്ച് സ്റ്റെപ്സ് ഇസ് ലോജിക്കൽ ഇൻ ദ ലിസ്റ്റ് ഗിവൻ ബിലോ. റിസർച്ച് മെത്തഡോളജി പേപ്പർ 1 പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ സ്റ്റെപ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ സ്റ്റെപ്സിന്റെ സീക്വൻഷ്യൽ ഓർഡർ ആണ് ഇവിടെ ചോദിച്ചത്. അപ്പൊ നിങ്ങളിപ്പം കോമേഴ്സ് ആണെങ്കിലും സൈക്കോളജി ആണെങ്കിലും കുറെ പ്രോസസ്സിന്റെ സ്റ്റെപ്സ് പഠിക്കും. അതിന്റെ സീക്വൻഷ്യലി അത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ധാരാളം വരും. സോ ദിസ് ഇസ് വൺ ഓഫ് ദ പാറ്റേൺ. സീക്വൻഷ്യൽ ആയിട്ട് നമ്മൾ സ്റ്റെപ്സിനെ ഓർഡർ ചെയ്യാം. സോ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ, നിങ്ങൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുമ്പം നിങ്ങൾ 4 ഓപ്ഷൻസും കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കണം. നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് റെഡി ആയി തോന്നാം. അപ്പൊ നിങ്ങൾ ഒരിക്കലും അത് മാർക്ക് ചെയ്യരുത്. ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ അതിന്റെ ആൻസർ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. സോ വിച്ച് സീക്വൻസ്, നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് പ്രോബ്ലം ഫോർമുലേഷൻ, അനാലിസിസ്. അപ്പൊ തന്നെ നമുക്കറിയാം പ്രോബ്ലം ഫോർമുലേഷൻ, ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോബ്ലം ഫോർമുലേഷൻ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് അനാലിസിസ് ആണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അനാലിസിസിലേക്കാണോ കിടക്കുക? ഒരിക്കലും അല്ല. നമ്മൾ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഹൈപ്പോത്തസിസും ഫോർമുലേറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡേറ്റ ഒക്കെ കളക്ട് ചെയ്യണം. ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഉറപ്പാണ് ഫസ്റ്റ് ആൻസർ നമുക്ക് ആദ്യം തന്നെ തെറ്റ്. അപ്പൊ നമുക്കത് റോങ് ഇട്ട് വെക്കാം, അത് പോയി, അത് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് എടുത്ത് നോക്കാം. ഡെവലപ്മെന്റ് ഓഫ് റിസർച്ച് ഡിസൈൻ ആണോ? ഫസ്റ്റ് റിസർച്ച് ഡിസൈൻ ആണോ? അല്ല. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് വരുള്ളൂ, റിസർച്ച് ഡിസൈനിലേക്ക് വരുള്ളൂ. അപ്പൊ നമുക്ക് സെക്കൻഡ് പറയാം. സെക്കൻഡ് നിങ്ങൾ ഇങ്ങനെയല്ല, മൊത്തം വായിച്ചു നോക്കണം. റിസർച്ച്, ഡെവലപ്മെന്റ് ഓഫ് റിസർച്ച് ഡിസൈൻ, ഹൈപ്പോത്തസിസ് മേക്കിംഗ്, പ്രോബ്ലം ഫോർമുലേഷൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അല്ല, അതും തെറ്റാണ്. അപ്പൊ 1ഉം 2ഉം നമുക്ക് ഓൾറെഡി എലിമിനേറ്റ് ചെയ്ത് തടയാം. മൂന്നാമത്തെ നമ്മൾ നോക്കാം. പ്രോബ്ലം ഫോർമുലേഷൻ കറക്റ്റ് ആണ്, ഹൈപ്പോത്തസിസ് മേക്കിംഗ്
ഡെവലപ്മെന്റ് ഓഫ് റിസർച്ച് ഡിസൈൻ, കളക്ഷൻ ഓഫ് ഡേറ്റ, ദെൻ ഡേറ്റ അനാലിസിസ്, ഫോർമുലേഷൻ ആൻഡ് ജനറൽ കൺക്ലൂഷൻ. അപ്പൊ നമുക്കത് ഓക്കെ ആയി തോന്നി. പക്ഷെ എന്നാലും നമ്മൾ മൂന്നിന്റെ കൺക്ലൂഷനിലേക്ക് വരരുത്. നാലാമത്തെ ഓപ്ഷനും കൂടെ വായിച്ചു നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പാടുള്ളൂ. ഇത് വീണ്ടും പറയാനുള്ള കാരണം എന്താ വെച്ചാൽ കുറേ പേര് വരുത്തുന്ന മിസ്റ്റേക്ക് ആണത്. നമുക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ആൻസർ നമ്മൾ എഴുതും, പക്ഷെ നെറ്റ് എക്സാമിന് പലപ്പോഴും ക്വസ്റ്റ്യൻസിൽ 4 ഓപ്ഷനും സിമിലർ ആയിട്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഓപ്ഷനും സിമിലർ ആയിട്ട് അവർ കൊടുക്കും. ഇതൊക്കെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും അതിനനുസരിച്ച് നമ്മളും ബിഹേവ് ചെയ്യണം. അപ്പൊ നമ്മുടെ 4 ഓപ്ഷൻസും വായിച്ചു നോക്കണം. നാലാമത്തെയും കൂടെ നമുക്ക് വായിച്ചു നോക്കാം. പ്രോബ്ലം ഫോർമുലേഷൻ കറക്റ്റ് ആണ്. ഡിസൈഡിങ് അബൌട്ട് സാമ്പിൾ സൈസ് ആൻഡ് ഡേറ്റ കളക്ഷൻ ടൂൾസ്, ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ് അല്ല. ഹൈപ്പോത്തസിസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സാമ്പിൾ ഡേറ്റ കളക്ഷൻ, പിന്നെ കളക്ഷൻ ഇന്റർപ്രിട്ടേഷൻ, പിന്നെ അതേപോലെ തന്നെ കളക്ഷൻ. ഇത് നമുക്ക് തേർഡും ഫോർത്തും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്നത് ഏതാണ്? കൂടുതൽ ക്ലാരിറ്റിയോടെ കൂടെ തോന്നുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3 ആണ്. അപ്പം ഇതാണ് വൺ ഓഫ് ദ പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇതിൽ നമ്മൾ സ്റ്റെപ്സ് തരും. ആ സ്റ്റെപ്സ് കറക്റ്റ് ആയിട്ട് എഴുതാനുള്ള പാറ്റേൺ ആണ്. ഇനിയിപ്പം നിങ്ങൾ പഠിച്ച പോലെ തന്നെ കറക്റ്റ് സ്റ്റെപ്പ് ആയിരിക്കണം എന്നില്ല കേട്ടോ തരുന്നത്. പക്ഷെ ഏകദേശം നിങ്ങൾ 4 ഓപ്ഷനും കൂടെ വായിച്ചിട്ട് ഏതാണ് നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയി തോന്നുന്നത് അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മാത്രമല്ല എല്ലാ ക്വസ്റ്റിനും 4 ഓപ്ഷനും നിങ്ങൾ വായിച്ചു നോക്കണം. പെട്ടെന്ന് ഒരിക്കലും കൺക്ലൂഷനിലേക്ക് വരരുത്. സോ ഗുഡ്, 3 is the answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഡ്രിവൻ ബൈ. പേപ്പർ 1 കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സിലബസിന്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഡ്രിവൻ ബൈ. ഇനിയിപ്പോ നമുക്ക് എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ കൂടി നമുക്ക് ആ വേർഡ് അറിയാലോ. എക്സ്പ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ. നമുക്ക് ഇപ്പം നെറ്റ് എക്സാമിനുള്ള വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഏത് സബ്ജക്റ്റ് ആയാലും അതിൽ തരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും 100% അറിയുന്ന ആരും ഉണ്ടാവില്ല. ബിക്കോസ് അതിന്റെ പാറ്റേൺ അങ്ങനെയാണ്. ആർക്കും 100% ആൻസർ അറിയുന്നുണ്ടാവില്ല. ഇപ്പൊ ചിലത് സിലബസിന്റെ ഒന്നുകൂടെ ബ്രോഡർ ആയിട്ടുണ്ടാവും, ചിലപ്പോൾ സിലബസിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാവും, ചിലത് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ഇനിയിപ്പം എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ കാര്യം നമുക്ക് എന്താ അറിയുന്നില്ലെങ്കിൽ കൂടെ, നമുക്ക് ടേം അറിഞ്ഞില്ലെങ്കിൽ കൂടെ നമ്മൾ ഒരിക്കലും അവിടെ പാനിക് ആയി പോകരുത്. കാരണം നമുക്ക് അറിയാത്തതും ഉണ്ടാവും. അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമ്പോൾ കൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആ ക്വസ്റ്റ്യൻ എന്തായാലും അറ്റംപ്റ്റ് ചെയ്യണം. ഞാൻ ഇതിന്റെ ഇടയിലൂടെയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. കാരണം ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് ഓരോ പോയിന്റ്സ് മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ, എന്തായാലും നിങ്ങൾ എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യണം. കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ല. നെഗറ്റീവ് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത് എന്തായാലും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. ഇനിയിപ്പോ അഥവാ ഭാഗ്യത്തിനൊക്കെ ശരിയായി പോയാലോ നമുക്ക് പറയാൻ പറ്റില്ല. സോ ഫസ്റ്റ് പേപ്പറിലും സെക്കൻഡ് പേപ്പറിലും എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. ഇനിയിപ്പോ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പാനിക് ആവണ്ട. ഇത് മാത്രം അറിയിച്ചാൽ മതി. ആർക്കും 100% ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് അറിയുന്നില്ലെങ്കിൽ ഒരിക്കലും പാനിക് ആവരുത്. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുക. എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്താകും? ഇനിയിപ്പോ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആൻസർ ഓപ്ഷൻ വായിച്ചു നോക്കുക. ആൻസർ ഓപ്ഷനിൽ എന്തെങ്കിലും ക്ലൂ ഉണ്ടാവും. ഇനിയിപ്പോ ആൻസർ ഓപ്ഷനൊന്നും നിങ്ങൾക്ക് ഒരു ക്ലൂ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങ് ബ്ലൈൻഡ് ആയിട്ട് ഗസ് ചെയ്യുക. ഒരിക്കലും ഒരു ക്വസ്റ്റ്യനും വിട്ടുപോകരുത്. സോ കം ടു ദിസ് ക്വസ്റ്റ്യൻ. എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഡ്രിവൻ ബൈ. നിങ്ങൾക്ക് എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷന്റെ കാര്യം അറിയില്ല എന്ന് വെക്കുക. എന്തായാലും എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതാണ് എക്സ്പ്രസീവ് എന്ന് പറയുന്നത്. സോ ഇൻ കേസ് എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് അറിയില്ലെങ്കിൽ കൂടെ വിൽ കം ടു ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും നോക്കാം. പാസീവ് അഗ്രഷൻ എന്ന് വെച്ചാൽ എന്താ? അഗ്രസീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചൊരു ദേഷ്യപ്പെട്ടിട്ടുള്ള ബിഹേവിയർ. പാസീവ് അഗ്രഷൻ നമ്മൾക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കൂ? ദേഷ്യം നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സഹായിക്കൂ? ഒരിക്കലും ഇല്ല. സോ ദാറ്റ് ഓപ്ഷൻ ഇസ് റോങ്. അപ്പൊ അങ്ങനെ മീനിങ് വെച്ചിട്ട് നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താം. സെക്കൻഡ് വൺ ഇസ് എൻകോഡേഴ്സ് പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്. എൻകോഡേഴ്സ് പേഴ്സണാലിറ്റി എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷനെ ടു എ സർട്ടൻ ലിമിറ്റ് ഇറ്റ് വിൽ ഇൻഫ്ലുവൻസ്, അല്ലെ? എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പ്രസീവിന്റെ വേർഡ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മനസ്സിലുള്ളത് തുറന്നു പറയാം. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് പാസീവ് അഗ്രഷൻ, നമുക്ക് ദേഷ്യമുള്ള ആരെങ്കിലും മനസ്സിലുള്ളത് തുറന്നു പറയും? നോ. സെക്കൻഡ് വൺ ഇസ് എൻകോഡേഴ്സ് പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ്. എൻകോഡേഴ്സ് പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് എന്തായാലും എന്തിനെ എഫക്ട് ചെയ്യും? എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷനെ എഫക്ട് ചെയ്യും. പക്ഷെ
അവിടെ നിൽക്കുക. നിങ്ങളുടെ ആൻസർ ഓപ്ഷനിലേക്ക് കൺക്ലൂഷൻ വരരുത്. എല്ലാ ഓപ്ഷൻസും വായിച്ചു നോക്കാം. എക്സ്റ്റേണൽ ക്യൂസ് ഇൻഫ്ലുവൻസ് ചെയ്യും, പക്ഷേ ടു എ സർട്ടൻ ലിമിറ്റ് ഓൺലി. ഇതിൽ ഏറ്റവും കൂടുതൽ ഇറ്റ് ഇസ് ഡ്രിവൺ ബൈ എന്നുള്ളതാണ് നമ്മൾ ആൻസർ ഓപ്ഷനിലേക്ക് എത്തേണ്ടത്. ഫോർത്ത് വൺ ഇസ് എൻകോഡർ ഡീകോഡർ കോൺട്രാക്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആൾക്കാർ തമ്മിലൊരു കോൺട്രാക്ട്. അതൊന്നും എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നതല്ല. ഈ 4 ഓപ്ഷൻസിൽ വെച്ച് എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷനെ ഏറ്റവും കൂടുതൽ ഡ്രിവൺ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൻകോഡേഴ്സ് പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ 2 ഇസ് ദ ആൻസർ. സോ നമുക്കിപ്പോ ചിലപ്പം എക്സ്റ്റേണൽ ക്യൂസ് കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെന്ന് തോന്നാം, എൻകോഡർ ഡീകോഡർ കോൺട്രാക്ട് കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു തോന്നാം. പക്ഷെ നമ്മൾ അവിടെ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം ഏതാണെന്നാണ് അവിടെ നോക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ 4 ഓപ്ഷൻസും ചിലപ്പോൾ 3 ഓപ്ഷൻസ്, ചിലപ്പം 2 ഓപ്ഷൻസ് സിമിലർ ആയി തോന്നാം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും കൂടുതൽ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വെച്ചാൽ അത് എഴുതണം. സോ ഹിയർ ആൻസർ ഓപ്ഷൻ ഇസ് 2. ഓക്കെ. ആൻഡ് ഇങ്ങനത്തെ വൺ വേർഡ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പൊ വരുന്നത് കുറവാണ്. അധികം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. പക്ഷെ ഇങ്ങനത്തെ ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനത്തെ വരാറുണ്ട്. പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡയറക്റ്റ് ആയിട്ട് വരെ ABCD സെലക്ട് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിയത് കൊണ്ട് തന്നെ നമുക്ക് കുറെ സ്റ്റേറ്റ്മെന്റ്സ് വരും. അതിന്റെ അകത്തുനിന്ന് ഒന്നുകൂടെ ടഫ് ആയിട്ടാണ് നമുക്ക് ഇപ്പൊ വരുന്നത്. സ്റ്റിൽ ഇങ്ങനത്തെ ഒരു 10 എണ്ണമൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് പാറ്റേൺ. Okay, good. Trace the answer. Most of you have made it right. So, which of the following are the demerits of globalization of higher education? Higher education ഗ്ലോബലൈസേഷന്റെ ഡീമെറിറ്റ് ആണ് ചോദിച്ചത്. പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നല്ല ക്ലിയർ ആയിട്ട് വായിക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഡീമെറിറ്റ്സ് എന്നാണ് ചോദിച്ചത്. ഇത് മെറിറ്റ് എന്ന് വായിച്ചു പോകരുത്. നമ്മൾ ആ ഒരു കോൺസെൻട്രേഷൻ, നമ്മുടെ എക്സാമിനേഷൻ ഹാളിൽ നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം. അപ്പം പിന്നെ അതേപോലെ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എന്നുള്ളതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വായിക്കണം. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ചൂസ് വിച്ച് ഇസ് നോട്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ അധികം വിച്ച് ഇസ് നോട്ട് എന്ന് കാണാതൊക്കെ പോകുന്ന പല കേസസും ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡ് അവിടെ നമ്മൾ ഉറപ്പുവരുത്തണം. എങ്ങനെയാ പ്രസൻസ് ഓഫ് മൈൻഡ് ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിങ്ങിലൂടെയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് പ്രസൻസ് ഓഫ് മൈൻഡും കൂടെ അവിടെ ഉറപ്പുവരുത്താൻ പറ്റും. പിന്നെ വേറെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഇനിയിപ്പം ഹാൾ ടിക്കറ്റ് എനിക്ക് തോന്നുന്നു 2 days കൊണ്ട്, നിങ്ങളുടെ എക്സാം ഇപ്പൊ എടുത്താണെങ്കിൽ 2 days കൊണ്ട് നമുക്ക് ഹാൾ ടിക്കറ്റ് കിട്ടും. എന്തായാലും ഒരു 15 days മുന്നേ നമുക്ക് ഹാൾ ടിക്കറ്റ് കിട്ടുമല്ലോ. അത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 days മുന്നേ നമുക്ക് ഹാൾ ടിക്കറ്റ് കിട്ടും. ഹാൾ ടിക്കറ്റ് കിട്ടിയാൽ ഉടനെ നമുക്ക് നമ്മുടെ ഷെഡ്യൂൾ അറിയാൻ പറ്റും. മോർണിംഗ് ആണോ ആഫ്റ്റർനൂൺ ആണോ എന്നൊക്കെ നമുക്ക് ഷെഡ്യൂൾ അറിയാൻ പറ്റും. ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ട് പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഭയങ്കരമായിട്ട് ഇഫക്റ്റീവ് ആണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ടൈം കിട്ടുമല്ലോ. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ പേപ്പർ 1ന്റെ എക്സാം 9 to 10 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഹാൾ ടിക്കറ്റ് എന്നാണോ കിട്ടുന്നത് അടുത്ത ദിവസം തൊട്ടിട്ട് എക്സാമിന്റെ തലേ ദിവസം വരെ ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പർ 1 9 to 10 ആണെങ്കിൽ 9 to 10 നിങ്ങൾ പേപ്പർ 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. പിന്നെ 10 to 1 ആണ്, അല്ലെങ്കിൽ 10 to 12 ആണ്, 10 to 12 ആണ് നിങ്ങളുടെ പേപ്പർ 2 എക്സാം ടൈം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 10 to 2 ആ പേപ്പർ 2 പാസ് ക്വസ്റ്റ്യൻ കേട്ടോ, ഏതെങ്കിലും പാസ് 2015 2016 17 18 19 ഏതെങ്കിലും ഇയറിലെ പാസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡെയിലി ചെയ്യാം. അപ്പൊ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 ദിവസം നിങ്ങൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇതിന് ഭയങ്കര ബെനിഫിറ്റ് ആണ്. 11ാമത്തെ ദിവസം ആ ടൈം ആവുമ്പോഴേക്കും, ഇനിയിപ്പോ ഉച്ചയ്ക്കാണ് നിങ്ങളുടെ എക്സാം എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 1 മണിക്കാണ് നിങ്ങളുടെ എക്സാം ഉണ്ടെങ്കിൽ 1 മണിക്ക് നമ്മുടെ മൈൻഡ് റെഡി ആവും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് റെഡി ആവും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എക്സാമിന് ഹാൾ ടിക്കറ്റ് കിട്ടുന്ന പിറ്റേ ദിവസം തൊട്ടിട്ട് എപ്പോഴാണോ നിങ്ങളുടെ ടൈം, എപ്പോഴാണോ നിങ്ങൾക്ക് കിട്ടുന്ന അലോട്ടഡ് ടൈം, ആ ടൈമിൽ നിങ്ങൾ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യണം. ആൻഡ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ പാസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പോഴൊക്കെ നിങ്ങൾ മോക്കൊക്കെ ചെയ്ത് നോക്കിക്കോ. മോക്ക് ചെയ്യുന്നതിന് ഞാൻ ഒരു പ്രശ്നം പറയുന്നില്ല. പക്ഷെ ആ ടൈമിൽ നമ്മൾ എക്സാമിന്റെ ഒരാഴ്ച മുന്നേ, അറ്റ്ലീസ്റ്റ് എക്സാമിന്റെ ഒരാഴ്ച മുന്നേ നമ്മൾ ആ ഷെഡ്യൂൾ, നമുക്ക് അലോട്ട് ചെയ്ത ഷെഡ്യൂളിൽ പാസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യുന്നത് ഒന്നുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം പാസ് ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചാണ് വരിക. മോക്കും പാസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്, പക്ഷെ ഒന്നും കൂടെ നമുക്ക് ഹെൽപ്ഫുൾ ആവുക
പാസ്റ്റ് കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ അതിന് മുന്നത്തെ കൊല്ലമൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും നല്ലതാവുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ലെങ്കിലും കൂടെ ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്കും ബെനിഫിറ്റ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഡിഗ്രിയും പി ജി ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആ ഒരു പാറ്റേൺ വെച്ച് നിങ്ങൾ ചെയ്താൽ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ഹെൽപ്പ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ വേറൊരു മെറിറ്റ് എന്താ വെച്ചാൽ, ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരും. ഇപ്പൊ കഴിഞ്ഞ വട്ടത്തെ എക്സാമിന് തന്നെ നമുക്കിപ്പോ ഞാൻ കൊമേഴ്സിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2015-ലോ 14-ലോ മറ്റേ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ അതേപോലെ സെയിം ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞതിന് മുന്നത്തെ വട്ടം ഇതേപോലെ തന്നെ ഈ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡിഫറെന്റ് ആൻസർ ഓപ്ഷൻ ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്താൽ പല കാര്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ടും വരും. അപ്പൊ നിങ്ങൾക്ക് അതിലും സ്കോർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടിയാൽ ഉടൻ പിറ്റേ ദിവസം തൊട്ടിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം എന്തായാലും പ്രാക്ടീസ് ചെയ്ത് വരിക. സോ ദാറ്റ് നിങ്ങളുടെ മൈൻഡ് എപ്പോഴാണോ നിങ്ങൾക്ക് അലോട്ടഡ് ആയിട്ടുള്ള ടൈം കിട്ടിയത്, എക്സാമിനേഷൻ വന്ന് നിങ്ങളുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി റെഡി ആയി വരും. അപ്പൊ ഇത് നമ്മുടെ മൈൻഡ് എന്തായാലും റെഡി ആയി വരണം. കാരണം ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പൊ നിങ്ങൾ ആ പ്രസൻസ് ഓഫ് മൈൻഡിൽ വേണം നിങ്ങൾ എക്സാം എഴുതാൻ. പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ നമുക്ക് പോവും. കാരണം നമുക്ക് എത്ര ഹാർഡ് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എക്സാമിനേഷൻ ടൈമിൽ നമുക്കൊരു ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. സോ പെട്ടെന്ന് ഓർമ്മ വന്നപ്പം പറഞ്ഞതാണ്. നൗ വിൽ കം ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഡീമെറിറ്റ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ? ഗ്ലോബലൈസേഷൻ കാരണം ഹയർ എഡ്യൂക്കേഷനിൽ വന്ന ഡീമെറിറ്റ്സ് ആണ് ചോദിച്ചത്. നമുക്ക് ആൻസർ ഓപ്ഷൻ നോക്കാം. എ, എക്സ്പോഷർ ടു ഗ്ലോബൽ കരിക്കുലം. ആണോ? ഒരിക്കലും അല്ല. ഗ്ലോബൽ കരിക്കുലത്തിലേക്കുള്ള എക്സ്പോഷർ കിട്ടി എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് മെറിറ്റ് ആണ്. ഗ്ലോബലൈസേഷന്റെ വൺ ഓഫ് ദ മെറിറ്റ് ആണ്. അപ്പം എ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. എ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഈ ആൻസർ കോഡിന്ന് കട്ട് ചെയ്യാം. സോ എ എന്ന് വരാത്ത ഓപ്ഷൻ ഇവിടെ ആകെ കൂടെ ഒന്നേ ഉള്ളൂ, 3 ആണ്. നമുക്ക് ഡയറക്ട്ലി നമ്മൾ ആൻസറിലേക്ക് എത്തി. പക്ഷെ നമ്മൾ അങ്ങനെ ആൻസറിലേക്ക് ഡയറക്റ്റ് 3 എന്നുള്ളത് നമ്മൾ വരരുത്. ബാക്കിയുള്ള ആൻസർ ഓപ്ഷനും കൂടെ വായിച്ചു നോക്കാം. സോ സെക്കൻഡ് വൺ ഇസ് പ്രൊമോഷൻ ഓഫ് elitism in education. ഒരു higher class educational forming, of course, that is a demerit. Third one is commodification of higher education. അതും commodification എന്താണ്? അതും demerit ആണ്. And the fourth one is increase in cost of education. Education ചെലവ് കൂടും. അപ്പൊ ഇത് മൂന്നെണ്ണം എന്താണ്? demerit ആണ്. So answer option is 3, B, C and D. അപ്പൊ നമ്മള് ചിലപ്പം ഈ 4 ഓപ്ഷനും വായിച്ചു നോക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആൻസർ ഓപ്ഷൻ കിട്ടും. ഇവിടെ അപ്പം നമുക്ക് എ അറിയാം. എ, എക്സ്പോഷർ ടു ഗ്ലോബൽ കരിക്കുലം തെറ്റാണെന്ന് നമുക്കറിയാം. അത് തെറ്റാന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ കോഡിലേക്ക് വന്നിട്ട് നമ്മൾ ജസ്റ്റ് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക. എ എന്ന് പറയുന്ന ഓപ്ഷൻസ് എല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. അപ്പൊ കോഡ് 1-ല് എലിമിനേഷൻ എ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് കട്ട് ചെയ്യാം. 2-ല് എ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതും കട്ട് ചെയ്യാം. 3-ല് എ ഇല്ല, അതവിടെ വെക്കണം. 4-ല് എ ഉണ്ട്, അതും കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ഫസ്റ്റ് ക്ലൂ വായിച്ചാൽ തന്നെ, ഫസ്റ്റ് എ എന്ന് പറയുന്ന സബ്സെക്ഷൻ കാര്യം വായിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് ഡയറക്റ്റ് ആയി എത്താം. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. എന്നാലും ബാക്കിയുള്ള 3 കൂടെ വായിച്ചു നോക്കുക. എന്നിട്ട് 3 ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നിങ്ങൾ ആൻസർ എഴുതുക. ഓക്കെ, ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ അനദർ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത്. നമുക്ക് ഇതില് എന്താ പറയാ, എല്ലാ ഇതും വായിച്ചു നോക്കണ്ട. ആൻസർ ക്ലൂസും വരുന്ന കോഡും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് മാച്ച് ചെയ്തിട്ട് നമുക്ക് തെറ്റ് എന്ന് തോന്നുന്ന ആൻസർ നമ്മൾ അപ്പൊ തന്നെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ അറിയില്ലെങ്കിലും ഈ 4 ക്ലൂ നമുക്ക് അറിയില്ല, പക്ഷെ എ തെറ്റാണ് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്താം. അപ്പൊ നിങ്ങളുടെ ആൻസർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറെ ട്രിക്കുകളും നിങ്ങൾ അവിടെ നോക്കണം. ഓക്കെ, 1 ആണ് ഇതിന്റെ ആൻസർ. വിൽ സി which of the following set of statements represents acceptable proposition in respect of teaching learning relationships? ടീച്ചിങ് ലേണിംഗ് പേപ്പർ 1-ന്റെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇനിയിപ്പോ ടീച്ചിങ് ലേണിംഗ് നിങ്ങൾ വായിച്ചിട്ടില്ല, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി നമുക്ക് ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. ടീച്ചിങ് ലേണിംഗ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇവിടെ ചോദ്യം. ടീച്ചിങ് ലേണിംഗ് റിലേഷൻഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ ട്രൂ എന്നാണ് ചോദിച്ചത്. ടീച്ചിങ് ലേണിംഗ് റിലേഷൻഷിപ്പ്, ചൂസ് ദ കറക്റ്റ് കോഡ് ടു ഇൻഡിക്കേറ്റ് യുവർ ആൻസർ. So first code is when students fail in a test, it is the teacher who fails.
അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഒരു സ്റ്റുഡന്റ് എക്സാമിനേഷന് ഫെയിൽ ചെയ്താല് അത് ടീച്ചർ കാരണം നമുക്ക് പറയാൻ പറ്റൂ? അത് ടീച്ചറാണ് എക്സാമിനേഷന് ഫെയിൽ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി ചില കേസസിൽ നമുക്ക് പറയാം. പക്ഷെ ചില കേസസിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് അവിടെ ഒരു എന്താ പറയാ 100% ആയിട്ട് യെസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കുട്ടി എക്സാം എഴുതുമ്പോൾ തീരെ പഠിച്ചില്ല. ആ ടീച്ചർ എത്ര നന്നായി ക്ലാസ് എടുത്തിട്ടും കാര്യമില്ല. ആ ക്ലാസ്സിൽ കുട്ടി ചിലപ്പോൾ ലിസൺ ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ആ കുട്ടി പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ can we blame the teacher? No. So when students fail in a test, it is the teacher who fails എന്ന് പറയുന്നത് തെറ്റാണ്. ചിലപ്പം ടീച്ചർ പഠിപ്പിക്കാത്തത് കൊണ്ട് കുട്ടി ഫെയിൽ ആവാം. പക്ഷെ നമുക്ക് അതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുമ്പോൾ ചില കേസിൽ ഓക്കെ ആണെന്ന് തോന്നിയാലും നമ്മൾ ആൻസർ ഓപ്ഷനിലേക്ക് വരരുത്. അത് ജനറലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ ഓപ്ഷനിലേക്ക് എത്താൻ. ഒരു 99% അല്ലെങ്കിൽ ഒരു 100% സിറ്റുവേഷനിൽ അത് ഓക്കെ ആണ് എന്ന് നമുക്ക് തോന്നിയാൽ മാത്രമേ അത് ആൻസർ ഓപ്ഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. സോ വെൻ സ്റ്റുഡന്റ് ഫെയിൽ ഇൻ എ ടെസ്റ്റ്, ഇറ്റ് ഇസ് ദ ടീച്ചർ ഹു ഫെയിൽസ് എന്ന് പറയുന്ന കാര്യം തെറ്റാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ വരുന്ന കോഡ്സ് ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇപ്പൊ സെക്കൻഡ് കോഡിൽ 1 ഉണ്ട്, സെക്കൻഡ് ആൻസർ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. ഫോർത്ത് ആൻസർ ഓപ്ഷനിൽ 1 ഉണ്ട്, ഫോർത്ത് നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമ്മൾ 1ഉം 3ഉം വെച്ചിട്ട് കമ്പയർ ചെയ്യാം. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് എവറി ടീച്ചിങ് മസ്റ്റ് എയിം അറ്റ് എൻഷുർ ലേണിംഗ്. അതെ, ടീച്ചിങ്ങിന്റെ മെയിൻ എയിം എന്താ? ലേണിംഗ് എൻഷുർ ചെയ്യുക തന്നെയാണ് ടീച്ചിങ്ങിന്റെ എയിം. അത് കറക്റ്റ് ആണ്. ദർ ക്യാൻ ബി ടീച്ചിങ് വിത്തൗട്ട് ലേണിംഗ് ടേക്കിംഗ് പ്ലേസ്. ദർ ക്യാൻ ബി ടീച്ചിങ്. അപ്പൊ നമ്മൾ ഒരു ടീച്ചർ ടീച്ച് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ അത് ലേൺ ചെയ്യണമെന്നുണ്ടോ? ഇല്ല. കുട്ടികൾ അവരുടെ അശ്രദ്ധ കാരണം ലേൺ ചെയ്യാതിരിക്കാം. അവർ ചിലപ്പോൾ ലിസൺ ചെയ്യുന്നുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ ദർ ക്യാൻ ബി ടീച്ചിങ് വിത്തൗട്ട് ലേണിംഗ് ടേക്കിംഗ് പ്ലേസ്. അത് കറക്റ്റ് ആണ്. എപ്പോഴും ലേണിംഗ് ഉണ്ടാവിക്കൊള്ളണം എന്നില്ല. ദർ ക്യാൻ ബി ടീച്ചിങ് വിത്തൗട്ട് ലേണിംഗ്. ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ദർ ക്യാൻ ബി നോ ലേണിംഗ് വിത്തൗട്ട് ടീച്ചിങ്. ടീച്ചിങ് ഇല്ലാതെ ലേണിംഗ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ടീച്ചിങ് ഇല്ലാതെ ലേണിംഗ് ഉണ്ടാവോ? ടീച്ചിങ് ഇല്ലാതെ ലേണിംഗ് ദർ ക്യാൻ ബി നോ ലേണിംഗ് വിത്തൗട്ട് ടീച്ചിങ് എന്നാണ് നമ്മുടെ ഫോർത്ത് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ദർ ക്യാൻ ബി നോ ലേണിംഗ് വിത്തൗട്ട് ടീച്ചിങ് ഇസ് ആക്ച്വലി റോങ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ദർ ക്യാൻ ബി നോ ലേണിംഗ് വിത്തൗട്ട് ടീച്ചിങ് ആൻസർ ഓപ്ഷൻ ഇസ് റോങ്. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ദാറ്റ് ഇസ് റോങ്. സോ ദർ ക്യാൻ ബി നോ ലേണിംഗ് വിത്തൗട്ട് ടീച്ചിങ് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഫിഫ്ത്ത് ആൻസർ ഓപ്ഷൻ ഇസ് എ ടീച്ചർ ടീച്ചേഴ്സ് ബട്ട് ലേൺസ് ഓൾസോ. അത് കറക്റ്റ് ആണ്. ടീച്ചർ ടീച്ച് ചെയ്യും, പക്ഷെ കൂടെ ലേൺ ചെയ്യും. ആൻഡ് ദ സിക്സ്ത് ഓപ്ഷൻ ഇസ് റിയൽ ലേണിംഗ് ഇംപ്ലൈസ് റൂട്ട് ലേണിംഗ്. സോറി, ആൻസർ ഓപ്ഷൻ 2 തന്നെയാണ് കേട്ടോ കറക്റ്റ്. ദാറ്റ് ഇസ് മൈ മിസ്റ്റേക്ക്. 1 അല്ല കറക്റ്റ്, 2 ആണ് കറക്റ്റ്. ഓക്കെ, ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഞാൻ വിചാരിച്ചു 2ല് 6ത്തും കൂടെ 2ല് ഇൻക്ലൂഡ് ചെയ്തു എന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. സോ 2 ഓൺലി ഇസ് കറക്റ്റ്. ഓക്കെ, എനിക്ക് ആ കോഡ് വായിച്ചപ്പോൾ തെറ്റിപ്പോയി. 2 ഇസ് ദ കറക്റ്റ്. ആൻഡ് സിക്സ് കോഡ് ഇസ് റിയൽ ലേണിംഗ് ഇംപ്ലൈസ് റൂട്ട് ലേണിംഗ്. റൂട്ട് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന പ്രോസസ്സാണ് നമ്മൾ റൂട്ട് ലേണിംഗ് എന്ന് പറയും. സോ റിയൽ ലേണിംഗ് റൂട്ട് ലേണിംഗ് ആണോ? ഒരിക്കലും അല്ല. സോ ആൻസർ ഓപ്ഷൻ ഇസ് നോ. ആൻസർ ഓപ്ഷൻ കനോട്ട് ബി 2. ആക്ച്വലി ഇതിന്റെ അകത്ത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഇല്ല. പക്ഷെ നെറ്റ് എക്സാമിന്റെ ആൻസർ കീ അനുസരിച്ച്, വെരി സോറി, കറക്റ്റ് ആൻസർ 2 അല്ല കേട്ടോ. പക്ഷെ നെറ്റ് എക്സാമിന്റെ ആൻസർ കീ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ആൻസർ കീ 1 എന്നുള്ളതാണ് വന്നത്. പക്ഷെ 1 എന്നുള്ളത് ആൻസർ കീയും നമുക്ക് റൈറ്റ് അല്ല. എനിക്ക് തോന്നുന്നു 1 എന്നുള്ള ആൻസർ കീയും റൈറ്റ് അല്ല. കാരണം വെൻ സ്റ്റുഡന്റ് ഫെയിൽഡ് ഇൻ എ ടെസ്റ്റ്, ഇറ്റ് ഇസ് എ ടീച്ചർ ഹു ഫെയിൽസ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും അല്ല. വെൻ എ സ്റ്റുഡന്റ് ഫെയിൽസ് ഇൻ എ ടെസ്റ്റ്, ഇറ്റ് ഇസ് എ ടീച്ചർ ഹു ഫെയിൽസ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ 2 എന്നുള്ള ആൻസർ ഒരിക്കലും കറക്റ്റ് അല്ല. 1ന് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഫോർത്ത് ആൻസർ ഓപ്ഷൻ ദർ ക്യാൻ ബി നോ ലേണിംഗ് വിത്തൗട്ട് ടീച്ചിങ് എന്ന് പറഞ്ഞതും തെറ്റാണ്. സോ അപ്പൊ ചില ടൈമിൽ നമ്മൾ ഈ നെറ്റ് എക്സാമിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ആൻസർ ഓപ്ഷൻ തരുമ്പം തെറ്റായ ആൻസർ കീ നമുക്ക് ആദ്യം കിട്ടും. പക്ഷെ നിങ്ങൾ അവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കംപ്ലൈന്റ് പോകുമ്പം അതോറിറ്റീസിന് അത് ആ ഒരു ആൻസർ ഓപ്ഷൻ, നെറ്റ് എക്സാമിന്റെ ആൻസർ ഓപ്ഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സോ ഇത് ഞാൻ റെഫർ ചെയ്തത്
നമുക്ക് പ്രിലിമിനറി സാമ്പിൾസ് നിന്ന് കിട്ടുന്ന ആൻസർ ആണ്. സോ ആ സാമ്പിളിൽ നമുക്ക് 1 എന്നാണ് ആൻസർ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് വായിച്ചു നോക്കുമ്പോൾ 1 എന്ന് ആൻസർ ഓപ്ഷൻ വരില്ല. കാരണം ദർ ക്യാൻ ബി നോ ലേണിംഗ് വിത്തൗട്ട് ടീച്ചിങ് എന്ന് പറയുന്നത് തെറ്റാണ്. അത് നമുക്ക് ഒരിക്കലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. 2ഉം ഒരിക്കലും വരില്ല, ബിക്കോസ് ഓപ്ഷൻ 1 ഉണ്ട് അവിടെ. വെൻ സ്റ്റുഡന്റ് ഫെയിൽ ഇൻ എ ടെസ്റ്റ് ഇറ്റ് ഇസ് എ ടീച്ചർ ഹൂ ഫെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ, അതും തെറ്റാണ്. അപ്പം നെറ്റ് എക്സാമിന്റെ ഇങ്ങനെ ചില മിസ്റ്റേക്സ് ചില ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ എക്സാം എഴുതിയ ടൈമിലും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലമല്ല, അതിന് മുന്നത്തെ കൊല്ലം ഇതേപോലെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആൻസർ കീ വരുമ്പോൾ 9 എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും വരിക. അപ്പം ക്വസ്റ്റ്യൻസിൽ തെറ്റുണ്ടെങ്കിൽ അത് അത് എല്ലാവരും ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താലും അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആ 2 മാർക്ക് കിട്ടും. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാലും ഇപ്പൊ കറക്റ്റ് ആൻസർ കീ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും കൂടെ നിങ്ങൾ ഒരിക്കലും പാനിക് ആവരുത്. മിസ്റ്റേക്സ് സംഭവിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ പാസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്താലും മനസ്സിലാവും. ചില കാര്യങ്ങളിൽ ഈ നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും മിസ്റ്റേക്സ് സംഭവിക്കാറുണ്ട്. സോ നമുക്ക് 1ഉം ഒരിക്കലും ആൻസർ ആയിട്ട് വരാൻ പറ്റില്ല, 2ഉം ഒരിക്കലും നമുക്ക് ആൻസർ ആയിട്ട് വരാൻ പറ്റില്ല. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ കോഡ് ഇവിടെ ഇല്ല. ഓക്കെ, പക്ഷെ നമുക്ക് പല സൈറ്റുകളും റെഫർ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ കോഡ് 1 എന്നാണ് നമുക്ക് പല സൈറ്റിലും കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ചില സൈറ്റിൽ 2 ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതിനെ ഫുൾ ആയിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ 6 ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ കോഡ്സിൽ ഒരു ആൻസറും വരുന്നില്ല. സോ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 2 കോഡ് ഇസ് റൈറ്റ്, 3 കോഡ് ഇസ് റൈറ്റ് ആൻഡ് 5th കോഡ് ഇസ് റൈറ്റ്. 2, 3, 5 എന്ന് പറഞ്ഞൊരു കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ആണ് റൈറ്റ് ആയിട്ട് എടുക്കുക. റോങ് ആയിട്ട് വരുന്നത് 1, 4 and 6 ആണ്. ഓക്കെ, ഡു ദിസ്. One is the answer. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ശരിയാക്കിയെങ്കിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേപ്പർ 1ഉം പേപ്പർ 2ഉം ഇതേപോലെ ക്വസ്റ്റ്യൻസ് വരും. ഞാൻ ഇവിടെ മെൻഷൻ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും പേപ്പർ 1ഉം 2ഉം വരുന്നതാണ്. ഓക്കെ, ആൻഡ് ഇവിടെ അസേർഷനും റീസണും ആണ് തന്നിരിക്കുന്നത്. അസേർഷൻ വെറുതെ 2 സെന്റൻസസ് അല്ല. ഫസ്റ്റ് അസേർഷൻ തന്നിരിക്കുന്നുണ്ട്. ഫസ്റ്റ് സെന്റൻസ് സെക്കൻഡ് സെന്റൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ, ഫസ്റ്റ് സെന്റൻസിന്റെ റീസൺ ആണോ സെക്കൻഡ് സെന്റൻസ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഫസ്റ്റ് സെന്റൻസ് കറക്റ്റ് ആവും, സെക്കൻഡ് സെന്റൻസും കറക്റ്റ് ആവും, പക്ഷെ അത് തമ്മിൽ ലിങ്ക് ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം 2 സ്റ്റേറ്റ്മെന്റ് നേരെ മറിച്ച് 2 സ്റ്റേറ്റ്മെന്റ് മാത്രം തരികയാണെങ്കിൽ നമ്മൾ 2 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണെന്ന് നോക്കിയാൽ മതി. അസേർഷൻ റീസൺ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് തരുമ്പോൾ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സോ ഫസ്റ്റ് അസേർഷൻ ഇസ് ലേണിംഗ് ഇസ് എ ലൈഫ് ലോങ് പ്രോസസ്. ശരിയാണ്, ലൈഫ് ലോങ് പ്രോസസ് ആണ്. നമ്മൾ ഓരോ സ്റ്റേജിലും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും. ആൻഡ് അതിന്റെ റീസൺ ആയി പറഞ്ഞിരിക്കുന്നത് ലേണിംഗ് ടു ബി യൂസ്ഫുൾ മസ്റ്റ് ബി ലിങ്ക്ഡ് വിത്ത് ലൈഫ് പ്രോസസ്. അതിന്റെ റീസൺ എന്താ? ലേണിംഗ് ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് പറയുന്നത്? അത് ഉപകാരപ്രദമാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ ലേണിംഗ് നമ്മുടെ ലൈഫ് പ്രോസസ്സുമായിട്ട് ലിങ്ക് ചെയ്യണം. സോ ഫസ്റ്റ് സെന്റൻസിന്റെ റീസൺ ആയിട്ടാണ് സെക്കൻഡ് സെന്റൻസ് പറയുന്നത്. 2 സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്. അപ്പൊ ഈ അസേർഷനും റീസണും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ കണക്ഷൻ ഉണ്ട്. സോ ആൻസർ ഇസ് 1. ബോത്ത് എ ആൻഡ് ആർ ഇസ് 2 ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇനി അഥവാ കണക്ഷൻ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആൻസർ ഓപ്ഷൻ 2 ആണ് മാർക്ക് ചെയ്യേണ്ടത്. രണ്ടും കറക്റ്റ് ആയിട്ട് കണക്ഷൻ ഇല്ല തോന്നുകയാണെങ്കിൽ 2 ആയിട്ട് മാർക്ക് ചെയ്യണം. അല്ലെങ്കിൽ എ ഇസ് 2, ആർ ഇസ് ഫാൾസ് ഏതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു ഇസ് ദ ആൻസർ. പേപ്പർ 1ഉം പേപ്പർ 2ഉം ഇതേപോലത്തെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് 2, 3, 4 ഒക്കെ ഇങ്ങനെ വരാറുണ്ട്. സോ മാച്ച് ദ ഫോളോയിങ് സെറ്റ് 1 സെറ്റ് 2 ആയിട്ട് മാച്ച് ചെയ്യാനുള്ളതാണ്. ഈ മാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എ ഇസ് എക്സ്പെരിമെന്റൽ മെത്തേഡ്. എക്സ്പെരിമെന്റൽ മെത്തേഡ് നമുക്ക് ഏതായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് ഇസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ്, ക്വസ്റ്റ്യർ, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്, ടൈപ്പിക്കൽ, ക്യാരക്ടറിസ്റ്റിക് ടെസ്റ്റ്. ഇതിൽ ഏതാണ് നമുക്ക് എക്സ്പെരിമെന്റൽ മെത്തേഡ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ആദ്യം നോക്കാം. എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട്, അധികം എക്സ്പെരിമെന്റ്സിന് നമുക്കൊരു സ്പെസിഫിക് ആയിട്ടല്ല, അധികം സയൻസിലാണ് നമുക്ക് എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് കൂടുതലായിട്ടും വരിക. നമ്മുടെ സോഷ്യൽ സയൻസിലും എക്സ്പെരിമെന്റൽ മെത്തേഡ് യൂസ് ചെയ്യും, പക്ഷെ കൂടുതലായിട്ട് സയൻസിൽ ലാബറട്ടറിന്റെ അകത്താണ് അധികം എക്സ്പെരിമെന്റൽ മെത്തേഡ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവും. സോ എക്സ്പെരിമെന്റൽ മെത്തേഡ് എപ്പോഴും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് രീതിയിലാണ് നമ്മൾ എക്സ്പെരിമെന്റ്സ് ചെയ്യുക. സോ എ ക്യാൻ ബി മാച്ച്ഡ് വിത്ത് 3. അപ്പൊ നമുക്കറിയാം ഇവിടെ ഏറ്റവും എ എന്നുള്ള ഓപ്ഷൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് 3 ആണ്.
അപ്പൊ നമുക്ക് വെറുതെ ആൻസർ ഓപ്ഷനിലേക്ക്, ആൻസർ കോഡിലേക്ക് ഒന്ന് പോയി നോക്കാം. എ ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത്? 1ൽ എ ഈക്വൽ ടു 2 ആണ്. അപ്പൊ 1 കട്ട് ചെയ്യാം, 3 കട്ട് ചെയ്യാം, 4 കട്ട് ചെയ്യാം. ആ കൂടെ ആൻസർ ഓപ്ഷൻ 2ൽ മാത്രമേ ഉള്ളൂ എ ഈക്വൽ ടു 3 എന്നുള്ളത്. പക്ഷെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 2 എന്ന് കൺക്ലൂഷനിലേക്ക് വരരുത്. ബാക്കിയുള്ളതും അതേപോലെ 2 എന്നുള്ള ഓപ്ഷനിൽ ബാക്കിയുള്ളതും മാച്ച് ആണോ നമുക്ക് നോക്കാം. പിന്നെ സെക്കൻഡ് വൺ ഇസ് എക്സ്പോസ്റ്റ് ഫാക്ടോ മെത്തേഡ്. എക്സ്പോസ്റ്റ് ഫാക്ടോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദി ഇവന്റ് ഹാസ് അക്കേർഡ് നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ്, ചെയ്യുന്ന മെത്തേഡ് ആണ് എക്സ്പോസ്റ്റ് ഫാക്ടോ മെത്തേഡ്. ആൻഡ് അതില് ആൻസർ ഓപ്ഷൻ കോഡ് 2 അനുസരിച്ച് ബി ഈക്വൽ ടു 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. എക്സ്പോസ്റ്റ് ഫാക്ടോ മെത്തേഡിൽ ടൈപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക് ടെസ്റ്റ് ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. സോ എക്സ്പോസ്റ്റ് ഫാക്ടോ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടൈപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക് ടെസ്റ്റ്. ഇനിയിപ്പോ എക്സ്പോസ്റ്റ് ഫാക്ടോ മെത്തേഡ് എന്താ അറിയില്ലെങ്കിൽ കൂടെ നമ്മൾ അതവിടെ വെക്കും. മൂന്നാമത്തെ നമുക്ക് നോക്കാം, ഡിസ്ക്രിപ്റ്റീവ് സർവേ മെത്തേഡ്. ഡിസ്ക്രിപ്റ്റീവ് സർവേ മെത്തേഡ് ആൻസർ കോഡ് 2 അനുസരിച്ച് 2 ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് സർവേ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒബ്വിയസ്ലി അവിടെ ക്വസ്റ്റ്യനർ യൂസ് ചെയ്യും. സോ സർവേ മെത്തേഡ് ഇസ് ഒബ്വിയസ്ലി റിലേറ്റഡ് ടു ക്വസ്റ്റ്യനെയർ. സർവേ എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെയാ സർവേ കണ്ടക്ട് ചെയ്യുക? ക്വസ്റ്റ്യനർ യൂസ് ചെയ്തിട്ടാണ്. സോ സി ഈക്വൽ ടു 2, അതിൽ സംശയമില്ല. ഇനി ഡി, ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. എങ്ങനെയാണ് ഹിസ്റ്റോറിക്കലി നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുക? പ്രൈമറി സെക്കൻഡറി സോഴ്സസിൽ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് പാസ്റ്റ് ഡേറ്റ നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യും? പ്രൈമറി സോഴ്സസിലൂടെ ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യും, ഓൾറെഡി പബ്ലിഷ് ചെയ്ത സെക്കൻഡറി സോഴ്സസിലൂടെ നമ്മൾ കളക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ആൻസർ ഓപ്ഷൻ 2 ആണെന്ന് ഒന്നും കൂടെ ഉറപ്പിക്കാം. ഇനി നിങ്ങൾക്ക് എക്സ്പോസ്റ്റ് ഫാക്ടോ മെത്തേഡ് എന്താ അറിഞ്ഞില്ലെങ്കിൽ കൂടി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ഓപ്ഷനിലേക്ക് എത്താം. പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്താന്ന്, നമ്മൾ എക്സ്പെരിമെന്റൽ മെത്തേഡ് ഈക്വൽ ടു സ്റ്റാൻഡർഡൈസ് ടെസ്റ്റ് എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ കൂടി നമുക്ക് ഇങ്ങനെ ഈ സെക്കൻഡ് ഓപ്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് എത്താം. സോ മാച്ച് ഫോളോയിങ് ചെയ്യുമ്പോൾ നിങ്ങൾ മാച്ച് ഫോളോയിങ് മാത്രമല്ല എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്കിപ്പോ ഫസ്റ്റ് ആൻസർ ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയും, ഇത് ശരിയാണ് എന്ന് അറിയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എ എന്നുള്ള കോഡ് ഏതായിട്ടാണോ മാച്ച് ചെയ്യുന്നത് അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുക, ബാക്കിയുള്ളത് നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാലും നമ്മൾ അവസാനം ഒന്നുകൂടെ വെരിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ളതേ അധികം മാച്ച് ദ ഫോളോയിങ്ങിന് വരാറുള്ളൂ. പേപ്പർ 1ലാണെങ്കിലും പേപ്പർ 2ലാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇനിയിപ്പോ അറിയാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ അധികം നമുക്ക് അറിയുന്നതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കോഡ് മാച്ച് ചെയ്ത് നമുക്ക് ബാക്കിയുള്ളതൊക്കെ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ മാത്രം വായിച്ചിട്ട് ആൻസർ ചെയ്യരുത് ഒരിക്കലും. യു ഷുഡ് യൂസ് ബോത്ത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഓപ്ഷൻ. നിങ്ങൾക്ക് ചൂസ് ഫ്രം ദ ഫോളോയിങ് എന്നുള്ളതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ക്വസ്റ്റ്യൻ നമുക്കിപ്പം ക്വസ്റ്റ്യൻ വായിച്ച ആൻസർ കിട്ടിയില്ലെങ്കിൽ കൂടെ നിങ്ങൾ പാനിക് ആയിട്ട് കുറെ വട്ടം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ക്വസ്റ്റ്യനും ആൻസർ ഓപ്ഷനും കൂടെ കമ്പയർ ചെയ്ത് മാത്രമേ നിങ്ങൾ ആൻസറിലേക്ക് എത്താൻ പാടുള്ളൂ. അത് ഇനിയിപ്പോ എത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയാലും ക്വസ്റ്റ്യനും ആൻസർ ഓപ്ഷനും കൂടെ കമ്പയർ ചെയ്യുക, എന്നിട്ട് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക, എന്നിട്ട് മാത്രമേ നിങ്ങൾ ആൻസർ ഓപ്ഷനിലേക്ക് വരാൻ പാടുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ മാത്രം യൂസ് ചെയ്ത് ആൻസർ ഓപ്ഷനിലേക്ക് വരരുത്. ഓക്കെ, നെക്സ്റ്റ്. സോ ഇവിടെ സ്റ്റേറ്റ്മെന്റ് 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റ് ദ കറക്റ്റ് കോഡ്. ഇപ്പൊ പണ്ടത്തെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഭയങ്കര ടഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ പണ്ടത്തെ ഒരു ആൻസർ പാറ്റേൺ, ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് 3 ടഫ് ആണെങ്കിൽ 1, 2, 3 ഇസ് റൈറ്റ് എന്നുള്ള ഒരു ആൻസർ ഓപ്ഷൻ ആണ് പണ്ടത്തെ പാറ്റേൺ. ഞാനൊക്കെ എഴുതിയ ടൈമിൽ ആ പാറ്റേൺ ആയിരുന്നു. പക്ഷെ ഇപ്പം NTA നെറ്റ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. ഒരു UPSC മോഡൽ, സിവിൽ സർവീസ് മോഡലിലേക്കാണ് ഇവർ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1, 2, 3 ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾ ഇസ് റൈറ്റ് അല്ലെങ്കിൽ ഓൾ ഇസ് റോങ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് വളരെ കുറച്ചാണ്. 2016-15 കാലഘട്ടത്തിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, ഈ 3 ക്വസ്റ്റ്യൻസിലൊക്കെ തരികയാണെങ്കിൽ, ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ്സ് തരികയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്സ് കുറച്ച് ടഫ് ആണെങ്കിൽ നമ്മൾ ഓൾ ഇസ് റൈറ്റ് എന്ന് നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിരുന്നു, ഒരു പാറ്റേൺ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അത് ലൈക്ക് ഒന്നുകൂടെ ഇയർ പ്രോഗ്രസ് ടഫ്നെസ് ഇൻക്രീസസ്. സോ കുറച്ചുകൂടെ ഇപ്പൊ 2021, 2020, 19 ഒക്കെ എത്തിയപ്പോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ കൂടെ ഓൾ ഇസ് റൈറ്റ് എന്ന് പറഞ്ഞ കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എത്തരുത്. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ക്ലൂ ഉണ്ടാവും. ഓക്കെ, വിൽ സി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ്
Virtue ethics is a form of ethical approach associated with Aristotle, which stresses the importance of developing virtuous principle, right character, and the pursuit of a virtuous life. ഇത് ethics related topic ആണ്. സോ വേർച്യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്ട് ഇസ് റൈറ്റ് വാട്ട് ഇസ് റോങ്, അത് റൈറ്റ് പാത്തിൽ പോകുന്നതാണ് വേർച്യു എന്ന് പറയുന്നത്. അപ്പൊ വേർച്യുവിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അരിസ്റ്റോട്ടിൽ. അദ്ദേഹം വേർച്യുവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം. ഇനിയിപ്പോ അറിയില്ലെങ്കിൽ കൂടെ ഈ ഒരു സെന്റൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്, അത് ഡിഫിക്കൽട്ടി കാര്യങ്ങളൊന്നുമില്ല. വേർച്യുവിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയില്ലെങ്കിൽ കൂടെ ഇത് സ്റ്റേറ്റ്മെന്റ് ഇസ് റൈറ്റ്, സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. വെർച്യു എത്തിക്സ് എന്താണ്? ഇറ്റ് ഇസ് റിലേറ്റഡ് ടു അരിസ്റ്റോട്ടിൽ. റൈറ്റ് ക്യാരക്ടർ, സത്യം ആയിട്ട് റിലേറ്റഡ് വരുന്നതാണ് വെർച്വസ് പ്രിൻസിപ്പിൾ. സോ സിമ്പിൾ സെന്റൻസ് ആണ്, വൺ ഇസ് റൈറ്റ് എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, utilitarianism is an ethical approach where an action is right if and only if it conforms to the principle of utility, whereby utility is minimized and pain and unhappiness minimized more than any alternative. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സെന്റൻസ് ആണ്. നമുക്ക് യൂട്ടിലിറ്റേറിയൻസത്തിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല എന്ന് വെക്കാം. ഒന്നും അറിയില്ലെങ്കിൽ കൂടെ നമുക്ക് ഈ സെന്റൻസ് വായിച്ചു നോക്കുമ്പോൾ ഇതിലൊരു ക്ലൂ കിടപ്പുണ്ട്. ഇതിനകത്ത് utilitarianism is an ethical approach where an action is right if and only if it confirms. ഈ എക്സാമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ, പാസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയാൽ നമുക്കൊരു കാര്യം അറിയാം. ചില കീ വേർഡ്സ് ഉണ്ടാവും. പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ പണ്ട് നോക്കിയ കീ വേർഡ്സ് ഒന്നും കിട്ടില്ല. ഒരു 2017 തൊട്ട് ചേഞ്ച് ചെയ്ത് വരുന്ന പാറ്റേൺ ആണ്. ചില കീ വേർഡ്സ് ഉണ്ടാവും. ഓൺലി, പിന്നെ അതേപോലെ ഡെഫിനറ്റ്ലി, എക്സാക്ട്ലി, ഓൾവേസ് എന്നൊക്കെ പറയുന്ന ചില കീ വേർഡ്സ് ഉണ്ടാവും. നമ്മളിപ്പോ സോഷ്യൽ സയൻസ് പേപ്പർ 1 ആണെങ്കിലും നമുക്ക് പേപ്പർ 2 ആണെങ്കിലും വി ഓൾ ആർ റിലേറ്റഡ് ടു സോഷ്യൽ സയൻസ് സബ്ജക്ട്. ഇന്നിപ്പോ സൈക്കോളജി ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും മാനേജ്മെന്റ് ആണെങ്കിലും ഇക്കണോമിക്സ് ആണെങ്കിലും ദാറ്റ് ഇസ് നോട്ട് പ്യുവർ സയൻസ്. സൈക്കോളജി ഇസ് റിലേറ്റഡ് ടു ഹ്യൂമൻ ബിഹേവിയർ. അപ്പൊ ഹ്യൂമൻ ബിഹേവിയർ 100% ശരി 100% തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇറ്റ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു വൺസ് പെർസ്പെക്റ്റീവ്. അപ്പൊ ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം. അപ്പൊ ഇങ്ങനത്തെ വരുന്ന സെന്റൻസ് പേപ്പർ 1-ലായാലും പേപ്പർ 2-ലായാലും, കാരണം പേപ്പർ 1 നമ്മള് ഇറ്റ് ഇസ് ലാംഗ്വേജ്, അതേപോലെ സോഷ്യൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിനാണ് ഈ NTA നെറ്റ് എക്സാം. ബാക്കിയുള്ളവർക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നവർക്ക് CSIR നെറ്റ് ആണ്. സോ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ആൻസർ അവർക്ക് തന്നെ വേണം. പക്ഷെ നമ്മുടെ പേപ്പർ 1-ഉം പേപ്പർ 2-ഉം ഇങ്ങനത്തെ ചില സെന്റൻസസ് ഓൺലി, ഷുവർലി, ഡെഫിനറ്റ്ലി, നോ, നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് 100% ശരി 100% തെറ്റ് എന്ന് പറയുന്ന ടൈപ്പ് സെന്റൻസ് വരുമ്പം നിങ്ങൾ അവിടെ ഒന്നുകൂടെ വായിച്ചു നോക്കണം. അത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ് ആ സെന്റൻസ്, അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് അല്ല, നല്ല ഈസിയാണ് ആ സെന്റൻസ് എന്നുള്ള കേസിലല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കുറച്ചൊരു ടഫ് സെന്റൻസ് ആണ്. യൂട്ടിലിറ്റേറിയനിസത്തെ കുറിച്ച് അത്രയ്ക്ക് അറിഞ്ഞാൽ മാത്രമേ ഈ സെന്റൻസ് കറക്റ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ടഫ് സെന്റൻസ് കൊടുക്കുമ്പം അവിടെ ഒരു ക്ലൂ NTA നെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുന്ന ആൾക്കാർ ഇട്ടിട്ടുണ്ടാവും. ആ ക്ലൂ ആണ് ഇവിടെ ഓൺലി ഇഫ്. ഒള്ളി എന്ന് പറഞ്ഞാൽ എന്താ? ഒള്ളി കറക്റ്റ് ആണ്. ഈ ഒള്ളി ആ ഉള്ളി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത് ശരിയാന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഷുവർലി, ഡെഫിനറ്റ്ലി, ഓൾവേസ്, എപ്പോഴും, എക്സാക്ട്ലി, അങ്ങനെയൊക്കെ 100% ശരി 100% തെറ്റ്, നെവർ, അങ്ങനെ 100% ശരി 100% തെറ്റ് എന്നുള്ള കാര്യം സെന്റൻസിൽ വരികയാണെങ്കിൽ ഓൺലി ഇഫ്, ഇറ്റ് ഇസ് നെവർ ട്രൂ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഓൾവേസ് ട്രൂ, ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ട്രൂ, അങ്ങനത്തെ ചില കീ വേർഡ്സ് വരുമ്പോൾ നമ്മൾ ഒന്ന് അവിടെ പോസ് ചെയ്യണം. അവിടെ നമുക്ക് അത് തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ ഡിഫിക്കൽട്ട് സെന്റൻസിന്റെ കേസിലാട്ടോ പറയുന്നത്. നമുക്ക് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഈസി സെന്റൻസിന്റെ കേസിലല്ല, ഇങ്ങനത്തെ ചില ഡിഫിക്കൽട്ട് സെന്റൻസിന്റെ കേസിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നോക്കിയാൽ അറിയാം ഇങ്ങനത്തെ ചില കീ വേർഡ്സ്, ഞാനിപ്പോ പറഞ്ഞ കീ വേർഡ്സ് ഒക്കെ തന്നെ ഉള്ളൂ. ബാക്കി കീ വേർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ നമുക്ക് കിട്ടും. അങ്ങനത്തെ ചില കീ വേർഡ്സ് കൊടുത്തിട്ടുണ്ടാവും. സോ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാം. സോ നമുക്ക് യൂട്ടിലിറ്റേറിയനിസം എന്താ അറിഞ്ഞില്ലെങ്കിൽ കൂടി ഒൺലി എന്ന് പറയുന്ന ഒരു കീ വേർഡ് കൊണ്ട് നമുക്ക് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ ഓപ്ഷനിലേക്ക് ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ആൻസർ കോഡ് ഏതാ ഉള്ളത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് കോഡിൽ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്, തേർഡ് കോഡിൽ സെക്കൻഡ് ഓപ്ഷൻ ഇല്ല, ബട്ട് ഫോർത്ത് കോഡിൽ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് തേർഡ് കോഡിൽ 1 and 3 മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആൻസർ കൺക്ലൂഷനിലേക്ക് ഒരിക്കലും വരരുത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കൂടെ ഒന്ന് വായിച്ചു നോക്കാം.
Deontological ethics is an ethical approach where rightness or wrongness of an action or decision is not just based exclusively on the consequence of that action or decision. Quote. That is സംവാട്ട് റൈറ്റ്. ഇനിയിപ്പോ അതിപ്പോ ഡെന്റോളജിക്കൽ എത്തിക്സിനെ കുറിച്ച് നമുക്ക് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ് എന്നുള്ളതിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ഓപ്ഷൻ 1 and 3 എന്നുള്ള കൺക്ലൂഷനിലേക്ക് വരാം. ശരിക്കും ഇത് നിങ്ങൾ പഠിച്ച് എഴുതണം. പക്ഷെ ചില ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ കേസിൽ മാത്രമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ടഫ് ആയിട്ടുള്ള സെന്റൻസ് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ചില കീ വേർഡ്സ് ഉണ്ടാവും. ആ കീ വേർഡ്സ് വെച്ചിട്ട് നമുക്ക് ആൻസർ ഓപ്ഷനിലേക്ക് വരാം. ഈ കീ വേർഡ്സ് നമ്മൾ എങ്ങനെയാ കണ്ടെത്തുക, പാസ്റ്റ് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഈ കീ വേർഡ്സ് എന്താണ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എല്ലാ ക്വസ്റ്റ്യനും എല്ലാ സെന്റൻസും നല്ല പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി വായിച്ചാലും നിങ്ങൾക്ക് ആൻസറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്താൻ പറ്റും. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ആ കീ വേർഡ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. പ്ലീസ് ഡു ദിസ്. ഡി ഈസ് ദ ആൻസർ. സോ ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൽ നമുക്ക് അറിയാം, പേപ്പർ 1 വരുന്നതാണ്. കുറെ ലെവൽസ് ഓഫ് ടീച്ചിങ് ഉണ്ട്. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ചോദിച്ചത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിനെ കുറിച്ചാണ്. അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ വരുന്ന ഓപ്ഷൻസ് മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ബാക്കി ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ടീച്ചിങ് സ്ട്രെസ്സസ് റെസിറ്റേഷൻസ് ഓഫ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ. എപ്പോഴാണ് നമ്മൾ റിസൈറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക? എപ്പോഴാണ് നമ്മൾ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം അല്ലെ, നമ്മൾ മെമ്മറി ലെവലിലാണ്, നമുക്ക് മനസ്സിലേക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസൈറ്റ് ചെയ്തിട്ട് ഇൻഫർമേഷൻ ഇങ്ങനെ മനസ്സിലേക്ക് എത്തിക്കുക. സോ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു മെമ്മറി ലെവൽ. സോ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. ഇനി ഫസ്റ്റ് ഓപ്ഷനുള്ള ആൻസർ കോഡൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻസർ കോഡ് എയിൽ 1 ഉണ്ട്, സോ അത് കട്ട് ചെയ്യാം. ബിയിൽ 1 ഇല്ല, അത് അവിടെ വെക്കാം. സിയിൽ 1 ഉണ്ട്, അത് കട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഇസ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി. സെക്കൻഡ് ഓപ്ഷൻ, ടീച്ചിങ് ബിക്കംസ് എൻ ആക്ടിവിറ്റി ടു പ്രൊമോട്ട് സീയിങ് ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ. അതെ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ നമ്മൾ ടീച്ചിങ്ങിനെ ഒന്നുകൂടെ ഹയർ ആയിട്ട്, അപ്പാർട്ട് ഫ്രം മെമ്മറി ലെവൽ ഒന്നുകൂടെ ഹയർ ആയിട്ടാണ് നമ്മൾ ടീച്ചിങ്ങിനെ കൊണ്ടുവരിക. റിലേഷൻഷിപ്പിനെ നമ്മൾ അവിടെ ഒന്നുകൂടെ ഹ്യൂജ് ആയിട്ട് വിസിബിൾ ചെയ്യും. ദ തേർഡ് വൺ ഇസ് the teacher expects that students will be able to translate and interpret the meaning in their own words. സോ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിന് മെമ്മറി ലെവലിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ടീച്ചർ കുട്ടികളിൽ നിന്നും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് ആ ലെവലിൽ അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ഒരു KG സ്റ്റുഡൻസിനെ പോലെയല്ല നമ്മളൊരു ഡിഗ്രി ലെവലിലൊക്കെ എത്തുമ്പോൾ ടീച്ചർ അവിടെ എക്സ്പെക്ട് ചെയ്യും എന്താ, ഈ ടീച്ചർ കൊടുക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കും. സോ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ. Fourth one is teacher insist on recall and recognition of facts presented. ഫാക്ട്സ് പ്രസന്റ് ചെയ്തത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക ആർക്കാണ്, ചെറിയ കുട്ടികൾക്കാണ് നമ്മൾ അത് ചെയ്യുക. റീകോൾ ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. മെമ്മറി ലെവലിലാണ് റീകോൾ, റെക്കഗ്നിഷൻ, റിപ്പീറ്റേഷൻ ഒക്കെ വരുന്നത്. സോ ഫോർത്ത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഫോർത്ത് ഓപ്ഷനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആൻസർ കോഡൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓൾറെഡി നമ്മൾ എയും സിയും എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ബിയും ഡിയും മാത്രമേ ഉള്ളൂ. ബിയിൽ എന്ത് വരുന്നുണ്ട്, 4 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ബിയും കട്ട് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഡി ആണ് ആൻസർ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പക്ഷെ ഫിഫ്ത്ത് ഓപ്ഷൻ കൂടെ നമുക്ക് വായിച്ചു നോക്കാം. The teacher gives a large number of examples to being home the main ideas. That is right. ടീച്ചർ കുറെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കൊടുക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ ഓപ്ഷനിലേക്ക് എത്തുക. സോ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്താണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും കൂടെ നമ്മൾ ഈ 5 സെന്റൻസ് വായിച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് റിപ്പീറ്റേഷൻ, പിന്നെ അതേപോലെ എന്താ റീകോൾ ചെയ്യുക എന്നുള്ള ഓപ്ഷൻസ് നമ്മൾ ഈ 5 എണ്ണം വായിച്ചാൽ നമുക്ക് അതിൽ രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാറ്റി നിർത്താൻ നമുക്ക് തോന്നും. അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്താന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ. സോ ഏറ്റവും ഇതായിട്ട് നിങ്ങൾ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ഓപ്ഷനിലേക്കും എത്താം. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യനും ആൻസർ ഓപ്ഷനും കൂടെ ഒരുമിച്ച് ലിങ്ക് ചെയ്തിട്ട് എപ്പോഴും കൺക്ലൂഷനിലേക്ക് എത്താൻ ശ്രമിക്കാം. സോ ദിസ് വൺ. One is the right answer. Okay, inappropriate application of ICT in research is an example of. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻഅപ്രോപ്രിയേറ്റ് ആപ്ലിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീന്റെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ടെക്നിക്കൽ ലാബ്സ് ഓൺ ദ പാർട്ട് ഓഫ് റിസർച്ചർ, പിന്നെ ഇൻഅഡിക്വേറ്റ് പ്രൊവിഷൻ ഓഫ് ICT റിസോഴ്സ്,
violation of research ethics, absence of technical expertise of ICT resources. ഇതിൽ നമുക്ക് ആൻസർ ഓപ്ഷൻ 1ഉം 4ഉം ആയിട്ട് ചില ടൈമിൽ കൺഫ്യൂഷൻ വരാം. ടെക്നിക്കൽ ലാബ്സ് ആണോ, ആബ്സെൻസ് ഓഫ് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഓഫ് ICT റിസോഴ്സസ് ആണോ? പക്ഷെ ആൻസർ കീ അനുസരിച്ചും ഒന്നും കൂടെ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്താലും നമുക്ക് 1 ആണ് ആൻസർ എന്ന് മനസ്സിലാവും. സോ ഫസ്റ്റ് വൺ ഇസ് ടെക്നിക്കൽ ലാബ്സ് ഓൺ ദ പാർട്ട് ഓഫ് റിസർച്ചർ. ടെക്നിക്കൽ ലാബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്നിക്കലി നമുക്ക് കാര്യങ്ങൾ, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് അത്രമാത്രം അറിയില്ല. ടെക്നിക്കലി കുറച്ച് ലാബ്സ് ഉണ്ട്, അപ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് കാര്യങ്ങൾ അറിയില്ല. രണ്ടാമത്തെ ഇന്നാഡിക്വേറ്റ് പ്രൊവിഷൻ ഓഫ് ICT റിസോഴ്സസ്. ICT റിസോഴ്സസ് ഇല്ലെങ്കിൽ, ഇത് ICTന്റെ അപ്ലിക്കേഷൻ ആണ് പറയുന്നത്. റിസോഴ്സസ് ഇല്ലെങ്കിൽ പിന്നെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ റിസോഴ്സ് ഉണ്ടായിട്ടും ഇൻഅപ്രോപ്രിയേറ്റ് അപ്ലിക്കേഷൻ എപ്പോഴാണ് വരുന്നത്, അതിന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. വയലേഷൻ ഓഫ് റിസർച്ച് എത്തിക്സ് ഒരിക്കലും വരില്ല അവിടെ. ആബ്സെൻസ് ഓഫ് ICT expertise of ICT resource, absence of technical expertise of ICT resources, കംപ്ലീറ്റ്ലി ആബ്സെൻസും ഇൻഅപ്രോപ്രിയേറ്റ് അപ്ലിക്കേഷൻ ആണോ നമുക്ക് കൺഫ്യൂഷൻ വരാം. പക്ഷേ ടെക്നിക്കൽ ലാബ്സും കംപ്ലീറ്റ് ആബ്സെൻസും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ടെക്നിക്കൽ ലാബ്സ് ആണ് എന്ത് ഒന്നും കൂടെ കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ആയിട്ട് നമ്മൾ വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ 1, ആൻസർ കോഡ് 1 is the right answer. Okay, last question. ഓക്കെ, ഇവിടെ 1ഉം 2ഉം തമ്മിലാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ അല്ലെന്ന് തോന്നുന്നു. വിൽ സി. 2 സ്റ്റേറ്റ്മെന്റ്സ് അല്ല, എസേർഷൻ ആൻഡ് റീസൺ ആണ് തന്നിരിക്കുന്നത്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എസേർഷനും റീസണും തരുമ്പോൾ അതിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയ എസേർഷൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അതിന്റെ റീസൺ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. 2 സ്റ്റേറ്റ്മെന്റും കൂടെ കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റീസൺ ആണോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. സോ ഫസ്റ്റ് assertion is, while communicating with students, a teacher should go beyond what is prescribed. Yes, that is right. സ്റ്റുഡൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം സിലബസ് മാത്രം പഠിപ്പിച്ചിട്ട് പോയാൽ ടീച്ചിങ് ആവോ? അല്ല, അതിന് പുറമെ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സെക്കൻഡ്, അതിന്റെ റീസൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ, നോൺ വെർബൽ ക്യൂസ് ഡെഫിനറ്റ്ലി കൺവേ വാട്ട് ഇസ് ഇന്റൻഡഡ് ബൈ ടീച്ചർ. അതെ, നോൺ വെർബൽ ക്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിപ്പോ ദേഷ്യം വരുമ്പോൾ നമ്മുടെ മുഖഭാവം മാറും, നമ്മൾ ഒന്നില്ലെങ്കിലും കൈകൊണ്ട് ഒരു അടി കൊടുക്കും ഡെസ്കിൽ. അങ്ങനെ പല നോൺ വെർബൽ ക്യൂസ് ഉണ്ട്. അത് എന്താണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അത് കൺവേ ചെയ്യും. പക്ഷേ ആ സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷേ എസേർഷനും ഈ റീസണും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. ടീച്ചർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം സബ്ജക്റ്റിന്റെ ബിയോണ്ട്, നമ്മൾ സിലബസിൽ എന്താ മെൻഷൻ ചെയ്യുന്നത് അതിന്റെ ബിയോണ്ട് പോകണം. പക്ഷെ അതിന്റെ റീസൺ എന്താ? നോൺ വെർബൽ ക്യൂസ് എന്താണ് ടീച്ചർ പറയുന്നത്, അത് ഇന്റന്റ് ചെയ്യുന്നത് അത് പറയും എന്നുള്ളതാണോ അതിന്റെ റീസൺ? ഒരിക്കലും അല്ല. നമ്മൾ 2 സെപ്പറേറ്റ് സെന്റൻസസ് ആയി എടുത്ത് നോക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് ആണ്. പക്ഷേ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റീസൺ ആണോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്? അല്ല, രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പക്ഷെ നമുക്ക് രണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? ലിങ്ക് ചെയ്യാൻ പറ്റില്ല. സോ അവർ ആൻസർ ഇസ് 2. Both are true, but R is not the correct explanation of A. Okay. So, ഇവിടെ 10 ഡിഫറെന്റ് പാറ്റേൺസ്, ചില 1-2 പാറ്റേൺ ഒക്കെ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പല പാറ്റേണും ഡിഫറെന്റ് പാറ്റേൺസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വക പാറ്റേൺസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് വരുള്ളൂ. പിന്നെ വരുന്നത് പാസേജ് ആണ്. പിന്നെ 2-3 വട്ടമായിട്ട് സെക്കൻഡ് പേപ്പറിലും വേറെ സബ്ജക്ട് ഉണ്ടോ അറിയില്ല, കോമേഴ്സിന്റെ പാസേജ് ഉണ്ട് എന്തായാലും. പിന്നെ അതേപോലെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അതൊക്കെ നമുക്ക് ഫുൾ മാർക്സ് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അത് നിങ്ങൾ പഠിച്ചിട്ട് പെട്ടെന്ന് ചെയ്യാനുള്ള ടെക്നിക്ക് നോക്കിയിട്ട് ഫുൾ മാർക്ക് വാങ്ങുക. അതേപോലെ തന്നെ ഈ നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ഇംഗ്ലീഷിലെ പാരഗ്രാഫും അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം കറക്റ്റ് ആക്കാൻ നോക്കുക. പാരഗ്രാഫ് ഒക്കെ അധികം സിമ്പിൾ പാരഗ്രാഫേ വരുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത് പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് വേണ്ടത്. ഇനിയും നിങ്ങൾക്ക് ടൈം ഉണ്ട്. ഞാനൊക്കെ 2 മാസം എടുത്തിട്ടുള്ളൂ സത്യം പറയുകയാണെങ്കിൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അതിനെക്കാട്ടും ടൈം കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് സെം എക്സാം കഴിഞ്ഞ് കിട്ടിയ ആ 2 മാസം വെക്കേഷനിൽ, അതും സെക്കൻഡ് സെം എക്സാമിന്റെ ഇടയിലാണ് നമുക്ക് എക്സാം ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ പറ്റും. സോ ഈ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സിലബസ് കവർ ചെയ്യാത്തവർ മാക്സിമം സിലബസ് കവർ ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ സിലബസ് കവർ ചെയ്തില്ലെങ്കിൽ കൂടെ നിങ്ങൾ
നോക്കേണ്ട ഒരു കാര്യം, ചെയ്യേണ്ട ഒരു കാര്യം, പ്രാക്ടീസ് 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 ക്വസ്റ്റ്യൻസ്. അതും പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യണം. എക്സാമിന്റെ ഒരാഴ്ച മുന്നേ എന്ത് വന്നാലും നിങ്ങൾ ആ ടൈം ഷെഡ്യൂൾ എപ്പോഴാണോ അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ എക്സാമിന്റെ ടൈം ഷെഡ്യൂൾ എപ്പോഴാണ്, ആ ടൈം ഷെഡ്യൂളിൽ നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത്. 9 മണിക്കാണ് നിങ്ങളുടെ എക്സാം ടൈം ഷെഡ്യൂൾ എന്നുണ്ടെങ്കിൽ 9 മണി തൊട്ടിട്ട് 12 മണി വരെ അനങ്ങാതിരുന്നിട്ട് റൂമിൽ കുറ്റിയിട്ടിട്ട് പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനങ്ങാതെ ആ ടൈമിനനുസരിച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഗ്രാജുവലി ആ സ്പീഡും വരും. 1 മണിക്കൂറിൽ നമുക്ക് തീർക്കാൻ പറ്റും. പിന്നെ 1 മണിക്കൂർ ഫുൾ എടുത്തിട്ട് 3 മണിക്കൂർ നിങ്ങൾ മൊത്തം ചെയ്യണം കേട്ടോ. കാരണം ആ ഒരു കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് കൂടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ എന്നാണോ എന്നാണോ എക്സാം, ആ എക്സാമിന്റെ ടൈമിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസിനെക്കാട്ടും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കീപ് പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ട്രൈ ടു കവർ യുവർ സിലബസ്. അതേപോലെ 1, 2, 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാത്തുണ്ടാവും, അത് കണ്ടൊന്നും പാനിക് ആവണ്ട. പക്ഷെ അത് അറ്റംപ്റ്റ് ചെയ്യാതെ നിൽക്കരുത്. മാക്സിമം നിങ്ങൾ അതിന് ക്ലൂ കണ്ടെത്തി അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ക്ലൂ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നിയർ ആയിട്ട് അങ്ങ് ഗസ് ചെയ്യുക. അത്രേ ഉള്ളൂ. വിൽ വൈൻഡ് അപ്പ്. താങ്ക് യു സോ മച്ച്.